സ്ത്രീ പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് മല്ലിക സിയാറാണ്. ശ്രീറാം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഇവിടെ ഞങ്ങൾ കുറേ പ്രോഡക്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. എല്ലാം വീട്ടിലെ ഉപകരിക്കുന്ന പോലെ കെമിക്കലൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തയ്യാറാക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ 10 പ്രോഡക്റ്റ് ഉണ്ട്. തട്ട, മുറുക്ക്, തേങ്കുഴൽ, കാരത്തേങ്കുഴൽ, ചീട, ഇഡ്ഡലിപ്പൊടി, ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, രസം പൊടി, മാലാഡു. ഇത് പോയിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്താൽ ചീർമുറുക്ക്, ലഡ്ഡു അങ്ങനത്തെ ചെയ്ത് കൊടുക്കും. ഇത് പാരമ്പര്യ ബ്രാഹ്മണരുടെ വകയിലാണ് ചെയ്തു കൊടുക്കുന്നത്. ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. നല്ല രീതിയിൽ ഇവിടെ 4-5 സ്റ്റാഫുണ്ട്. നല്ല രീതിയിൽ കെമിക്കലൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഞാൻ ജനിച്ചത് തൂത്തുക്കുടിയിലാണ്. എൻ്റെ അമ്മയും അച്ഛനും എല്ലാം പാരമ്പര്യമായിട്ട് ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഈ രംഗത്ത് കടന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് സ്ഥാപനം നടത്തുന്നവർ എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നടത്താനായിട്ട് ആളില്ല, ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനും തനിച്ച് ഇങ്ങനെ എൻ്റെ ജീവിതം, ഭർത്താവ് ഇങ്ങനെ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാൾ, 2 മക്കളിരുന്നതും അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഏകാന്തമായിട്ട് ഇങ്ങനെ തനിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പം ഈ 2 മക്കളെയും കിട്ടി. ഇവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത് മുമ്പോട്ട് പോകാം, തനിമ മാറുമല്ലോ എന്ന് പറഞ്ഞാണ് ഇതിലോട്ട് വന്നത്. 1 കൊല്ലമായി തുടങ്ങിയിട്ട് നല്ല രീതിയിൽ നടത്തി പോകുന്നുണ്ട്. അപ്പം നമ്മൾ മുറുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉഴുന്ന് പൊടിയൊന്നും വാങ്ങാറില്ല. ഉഴുന്ന് പരിപ്പ് സ്വന്തമായിട്ട് വറുത്ത് മിക്സിയിൽ പൊടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് മുറുക്ക്, കൈമുറുക്കാണ് തയ്യാറാക്കുന്നത്, മെഷീനല്ല. പിന്നെ തട്ടയും അതുപോലെ നമ്മൾ പച്ചരി വാങ്ങിച്ച് അപ്പം മില്ലിൽ പൊടിച്ച് മുളകും ഒക്കെ നമ്മളായിട്ടേ പൊടിച്ച് ചേർത്താണ് തട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ചീടയിൽ വളരെ സോഫ്റ്റായിരിക്കും ചീട. അതിലൊന്നും ചേർക്കാറില്ല. വെറും അരിയും ഉഴുന്നുപൊടിയും ഉപ്പും നെയ്യും ജീരകം ഇതൊക്കെ തന്നെ ചേർക്കാറുള്ളത്. നമ്മുടെ സാമ്പാർ പൊടി അതുപോലെ തന്നെ വീട്ടിൽ വറുത്ത് വെയിലത്ത് ഉണക്കി വറുത്തിട്ട് മില്ലിൽ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കും. രസം പൊടിയായാലും വേറെ അതിലൊന്നും ചേർക്കാറില്ല. നമ്മൾ എല്ലാ സാധനവും നല്ല രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. ചീറുമുറുക്കായാലും എല്ലാം കൈ കൊണ്ടാണ് ചുറ്റുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് ഐറ്റമാണ്. അതിൽ മാലാഡുണ്ട്, റവാ ലഡു ഉണ്ട്, ബൂന്തി ലഡു ഉണ്ട്, ബാദുഷ ഉണ്ട്. ഇതെല്ലാം തന്നെ നല്ല നെയ്യൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. മാലാഡുവിലൊക്കെ റവാ ലഡു ആയാലും വേറെ എസൻസ് ഒന്നും ചേർക്കാറില്ല. ഗ്രാമ്പു, ഏലക്ക ഇങ്ങനത്തെ ഐറ്റമൊക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ തയ്യാറാക്കുന്നു. റവാ ലഡു എല്ലാവരും ഉണ്ടാക്കുന്ന മെത്തേഡ് എവിടെയും റവാ ലഡു ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. റവ വറുത്ത് പൊടിച്ച് പഞ്ചസാര പൊടിച്ചാണ് റവാ ലഡു ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. റവ വറുത്തിട്ട് ഇളം കമ്പി പാക് വെച്ച് അതിലിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. റവാ ലഡു വ്യത്യാസമുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നതിലെന്തും നമ്മൾ ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട്. ബൂന്തി ലഡുവിൽ നമ്മൾ റീഫണ്ട് ഗോൾഡ് വിന്നറിലാണ് അത് പൊരിച്ചെടുക്കുന്നത്. ഡാൽഡയോ നെയ്യോ ഒന്നും ചേർക്കാറില്ല. ഗോൾഡ് വിന്നർ ശരീരത്തിന് നല്ലത്, ഹെൽത്താണെന്ന് പറഞ്ഞാണ് അങ്ങനെ അതിൽ തയ്യാറാക്കുന്നു. ഞാൻ ജനിച്ച് വളർന്നത് തൂത്തുക്കുടിയിൽ. എൻ്റെ അച്ഛന് പാചകവും ഹോട്ടലും കാറ്ററിങ്ങും കല്യാണ കാറ്ററിങ്ങും എല്ലാം ഉണ്ട്. ഇപ്പം അനിയത്തി തൂത്തുക്കുടിയിൽ ഗീതാ കാറ്ററിംഗ് എന്നും പറഞ്ഞ് നടത്തുന്നുണ്ട്. അമ്മയ്ക്കും എപ്പോഴും ഈ മുറുക്ക് ചുറ്റുന്നതും ഇങ്ങനത്തെ കല്യാണ പലഹാരങ്ങളൊക്കെ ചെയ്യുന്ന പണിയായിരുന്നു. അത് തന്നെ എനിക്കും ആ കല അങ്ങനെ വന്നിട്ടുണ്ട്. അമ്മയ്ക്കെല്ലാം അറിയാമെങ്കിലും ഞാനിപ്പോൾ 1 കൊല്ലം കൊണ്ടാണ് ഈ മുറുക്ക് ചുറ്റുന്നത് തന്നെ. അതുവരെ ഞാൻ ചുറ്റിയിട്ടില്ല. ഈ ശ്രീറാം കമ്പനിക്ക് വേണ്ടിയാണ്
ചുറ്റിപ്പാത്ത് നോക്കിയത്. അത് നല്ലതായിട്ട് വന്നു. ഇപ്പം തയ്യാറാക്കുന്നുണ്ട്. ഇപ്പം മെഷീനിൽ ഉണ്ടാക്കുന്ന മുറുക്കാണെങ്കിൽ അത് ചുമന്നു പോകും, അതിനത്ര ടേസ്റ്റല്ല. അതേ ഇത് നമ്മൾ കയ്യിൽ ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിച്ച് കൈ കൊണ്ട് ചുറ്റി നീറ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് വളരെ ടേസ്റ്റാണ്. അടുപ്പിലിട്ടാൽ നല്ല ചുമക്കാതെ വെന്ത് വരും, വേവ് കണക്കായിരിക്കും, കാണാൻ ഭംഗിയുണ്ട്, ടേസ്റ്റുണ്ട്. എല്ലാം കൊണ്ടും കയ്യിൽ ചുറ്റുന്ന മുറുക്കാണ് നല്ലത്. ഇതിലോട്ട് ഇറങ്ങാൻ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ആരും ഫാമിലിയിൽ പറയാനൊന്നുമില്ല. അപ്പോൾ കുടുംബത്തിലൊരു ചേട്ടത്തിയമ്മയാണ്, ഇവരുടെ വീടിൻ്റെ അടുക്കുള്ളതാണ്, ജാനകി മന്നീൻ. അവരാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇതൊക്കെ റെഡിയാക്കാൻ ആൾ വേണമെന്ന്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇറങ്ങി. ഭർത്താവിനും ഇതിന് എതിർപ്പൊന്നുമില്ല. രാവിലെ ഇവിടെ വരും, വൈകിട്ട് 6 മണിക്ക് പോകും. എനിക്കൊരു മനസ്സിനൊരു സമാധാനമുണ്ട്, ഏകാന്തമായിട്ടിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നവരെ വരാം. ശരീരം എത്ര ദിവസം ഒത്തുഴയ്ക്കുമോ അതുവരെ വന്ന് ചെയ്യാം. വരുന്ന തലമുറക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഈ പാചകം എന്ന് പറയുന്നത് നല്ലൊരു കലയാണ്. അത് മനസ്സിരുത്തി പഠിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുപോകാം. ഏതിലും നമ്മൾ ഒരു കല പഠിക്കുമ്പോൾ അതിൽ മനസ്സിരുത്തി പഠിക്കണം. ഏത് കലയും പഠിച്ചിരുന്നാൽ നല്ലതാണ്. ഹോട്ടലിൽ വാങ്ങിച്ച് കഴിച്ച് വെറുതെ വയറൊക്കെ ചീത്തയാക്കാതെ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. അധ്വാനിച്ച് വീട്ടിലെല്ലാം തയ്യാറാക്കി കഴിച്ചാലേ ശരീരവും നല്ലതായിട്ടിരിക്കും, നമുക്ക് അധികം രോഗങ്ങൾ വരാതിരിക്കും. നമ്മളിപ്പോൾ എണ്ണ പലഹാരമൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു ദിവസം വെച്ചാൽ ആ എണ്ണ അടുത്ത ദിവസം കളയും, പിന്നെ ഉപയോഗിക്കത്തില്ല. വീണ്ടും വീണ്ടും ഇതിൽ പൊറിച്ച് കടകളിലൊക്കെ സാധനം കിട്ടുമ്പോഴാണ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിലിപ്പോൾ ഡൊപ്പേരി അരച്ച് 1.5 കിലോ അരിയുടെ മാവുണ്ട്. അതിൽ 3 സ്പൂൺ ഉപ്പിടുക. പിന്നെ ഉഴുന്നുപൊടി 1 ഗ്ലാസ്. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് മാവെടുത്ത് ഈ തള്ളവിരൽ ഇങ്ങനെ നെക്കിയിട്ട് ഇങ്ങനെ വേണം മുറുക്ക് ചുറ്റി പഠിക്കാൻ. മുറുക്ക് ചുറ്റുമ്പോൾ ഒരു മുറുക്ക് ചുറ്റാനുള്ള മാവേ കയ്യിലെടുക്കാവൂ. അധികം മാവെടുത്താൽ ചുറ്റ് ശരിയായി വരില്ല. ചേർമുറുക്കാണിത്.